പത്തനംതിട്ട കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡ് കുളത്തുമണ്ണിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ കോന്നി MLA കെ ജനീഷ് കുമാർ ചെല്ലുകയും അവിടെ ഉദ്യോഗസ്ഥരെടുത്ത് പരുഷമായി പെരുമാറിയ ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഈ വിഷയത്തിൽ ഈ കുളത്തുമൺ പ്രദേശവാസികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. കഴിഞ്ഞ ദിവസം ഈ വാർഡിലാണല്ലോ ആന ചരിഞ്ഞത്. അത് ഷോക്കേറ്റ് ചരിഞ്ഞു എന്നാണ് വനപാലകർ കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പലരെയും ഫോറസ്റ്റ് ഓഫീസിലേക്ക് വനപാലകർ വിളിപ്പിച്ചിരുന്നു. അതിൽ ഒരാളുടെ കാര്യം തിരക്കാനാണ് കെ ജനീഷ് കുമാർ MLA ചെന്നത്. അദ്ദേഹം ചില വാക്കുകളൊക്കെ പ്രയോഗിച്ചിരുന്നു. അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു. എന്താണ് ആ വിഷയത്തിൽ നിങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം? ഇപ്പോൾ ഞാനതിനകത്ത് എന്തോ കമൻറ്റാണ് പറയണ്ടേ. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഒരുപക്ഷെ പുള്ളിക്കാരന് ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടനുസരിച്ചായിരിക്കാം അത് പറഞ്ഞത്. അങ്ങനെ ആയിരിക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ ആയിരിക്കാം. പിന്നെ ഏത് ജനപ്രതിനിധികളായാലും എവിടെ ആയാലും പാലിക്കേണ്ട മര്യാദകൾ പാലിക്കുക. പിന്നെ ഈ ജനപ്രതിനിധികളെല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ജനപ്രതിനിധികളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ നഷ്ടം സഹിച്ചിട്ട് നിൽക്കുന്ന ഒരു കർഷകനാണ് ഞാൻ. എന്നെ ഈ ഒരു ജനപ്രതിനിധികളും സമീപിച്ചിട്ടുമില്ല, എന്നെ വിളിച്ചിട്ടുമില്ല. 2-3 മാസമാകാൻ പോകും. എന്നെ വിളിച്ചിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ DF ഓഫീസിലെ ഞാനും ബൈജുവും കൂടാണ് വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഇവരെല്ലാം ബന്ധപ്പെട്ടു. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ബന്ധപ്പെട്ടു. CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും BJP-യുടെ എല്ലാം ഉണ്ടായിരുന്നു അവിടെ വന്നപ്പോൾ. അങ്ങനെ ഒരു പ്രതികരണവും നടത്തില്ല. ഇത് ഒരുപക്ഷെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി ആയിരിക്കാം, അന്നേരത്തെ ഒരു വൈകാരിക പ്രശ്നം കൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചതെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ കാട്ടാന ചരിഞ്ഞതിൻ്റെ പേരിലാണ് വനം വകുപ്പ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. സാധാരണക്കാരെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം അവർ നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ജനീഷ് കുമാർ MLA അവിടെ ചെന്നത്. ചില വാക്കുകൾ ഉപയോഗിച്ചു. നക്സൽ വീണ്ടും വരും, കത്തിക്കും, അങ്ങനെ 2 വാക്കുകളാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ എന്താ തോന്നിയത്? അത് കേട്ടപ്പം എന്തോ പറയുന്നത്, ഈ പറയുന്ന കണക്ക് നമ്മളും വിവരങ്ങൾ അധികം അറിഞ്ഞില്ലായിരുന്നു. TV ന്യൂസ് കണ്ടപ്പോഴാണ് അറിയുന്നത്. പക്ഷേ ആ വാക്കുകൾ ചിലപ്പം MLA അല്ലേ, ഞങ്ങളുടെ MLA അല്ലേ, ഇപ്പം ജനങ്ങളെ സംരക്ഷിക്കേണ്ട ആളല്ലേ. അപ്പോൾ ആ ഒരു വൈകാരികമായ ഒരു പ്രകടനമായിരിക്കും പുള്ളി അവിടെ പറഞ്ഞത്. അല്ലാതെ കണ്ട് പെട്ടെന്നുള്ള ഒരു മനുഷ്യരിൽ ഇപ്പം നമ്മളാന്ന് പറഞ്ഞാലും പെട്ടെന്ന് ദേഷ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പം അത് കണ്ടപ്പോൾ അങ്ങനെ ഒരു ഇതിൽ പറഞ്ഞു പോയതായിരിക്കും. പക്ഷേ MLA-യുടെ സപ്പോർട്ട് ഉണ്ടില്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. സാർ ഇവിടെ സ്ഥലം സന്ദർശിച്ചില്ലെന്നേ ഉള്ളൂ. അല്ലാതെ കണ്ട് അന്ന് സ്ഥലത്തില്ലായിരുന്നെന്നാണ് പറഞ്ഞത്. അല്ലാതെ കണ്ട് എല്ലാവിധമായ സപ്പോർട്ടും നമുക്ക് തരുന്നുണ്ട്. ഇപ്പോൾ വനപാലകരെ സംബന്ധിച്ച് അവർക്ക് അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ട്. കാട്ടാന ചരിഞ്ഞ ഒരു സംഭവമാണ്. ജനീഷ് കുമാർ MLA ഫോറസ്റ്റ് ഓഫീസിൽ ചെന്ന് അങ്ങനെ സംസാരിക്കുന്നു. ആ ഒരു വിഷയത്തിൽ എന്താണ് അഭിപ്രായം? ആ വിഷയത്തിൽ ഇപ്പം എന്തോ പറയാനൊക്കെ കണ്ട. പക്ഷേ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഓവറായി പോയെന്നൊരു ധാരണ എനിക്കുണ്ട്. ഒരു ജനപ്രതിനിധി ഒരു സർക്കാർ ഉദ്യോഗസ്ഥരോട് പ്രതികരിക്കേണ്ട രീതിയിലല്ല പ്രതികരിച്ചു. ഇവിടെ നക്സൽ വരും, മുമ്പ് വെക്കും. ഒരിക്കലും ഒരു MLA, അവരുടെ പാർട്ടി ഭരിക്കുന്ന ഒരു MLA അതൊരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കാണ്. പക്ഷേ അതിന് അവർ വിശദീകരണം നൽകുന്നത് ഒരുപക്ഷെ ഈ വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോൾ ജനങ്ങൾ പൊറുതിമുട്ടുകയും നിയമത്തിൻ്റെ സംരക്ഷണം ലഭിക്കുകയും ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ അത്തരം പ്രവൃത്തികളിലേക്ക് ജനങ്ങൾ പോയേക്കാം. ആ അർത്ഥത്തിലാണ് ആ വാക്ക് പ്രയോഗിച്ചതെന്നാണ് പറയുന്നത്. അല്ല, എന്ത് അർത്ഥത്തിലായാലും വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് ജനപ്രതിനിധിയല്ലേ. അല്ല, ഞാനിപ്പോൾ ഇവിടെ നിന്ന് പറയുന്ന പോലെ അല്ല. അത് ഈ മണ്ഡലത്തിലെ ഒരു ജനപ്രതിനിധി പറയുമ്പോൾ ഏത് വ്യക്തിയായാലും പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു അന്യത വാക്കിലുണ്ടാകും. അങ്ങയുടെ അഭിപ്രായം? പുള്ളി കർഷകരോടെ ഉള്ള ആ സ്നേഹം കൊണ്ട് ആ ബുദ്ധിമുട്ട്, മനുഷ്യരോടുള്ള ആ കർഷകന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ബുദ്ധിമുട്ട്, അതിന് ആ വിഷമം കൊണ്ട് പുള്ളി അങ്ങ് പറഞ്ഞത്. അല്ലാണ്ട് മറ്റൊന്നും അല്ല, അടിസ്ഥാനപരമായിട്ടൊന്നുമില്ല അതിൻ്റെ അകത്ത്. ആ പുള്ളിയുടെ പറച്ചിലിൽ അടിസ്ഥാനപരമായിട്ടൊന്നുമില്ല. കർഷകർ വളരെ ദുരിതത്തിലാണ്. അതിൻ്റെ ആ ബുദ്ധിമുട്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് പുള്ളി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അല്ല, അതിൻ്റെ അകത്ത് അടിസ്ഥാനപരമായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്താണ് മാഡത്തിൻ്റെ അഭിപ്രായം? എന്താണ് പറഞ്ഞോളൂ. എന്താണ് അഭിപ്രായം? എത്രമാത്രം രൂക്ഷമാണ് ഇവിടെ വന്യമൃഗശല്യം? ഭയങ്കര ശല്യമാണ്. ഭയങ്കര കാട്ടാന ശല്യം, കാട്ടുപോത്ത് എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം കാട്ടാന ചരിഞ്ഞ സംഭവത്തിൽ പലരെയും ചോദ്യം ചെയ്യാൻ വനപാലകരെ വിളിപ്പിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കെ ജനീഷ് കുമാർ MLA അവിടെ ചെന്നത്. അത് കണ്ടപ്പോൾ എന്താ തോന്നിയത്? നാട്ടുകാരുടെ ശല്യം കൊണ്ടായിരിക്കും, നാട്ടുകാരല്ല വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ടായിരിക്കും അങ്ങനെ MLA പ്രതികരിച്ചത്. ശരിയോ തെറ്റോ എന്ന് വിലയിരുത്തിയോ? ശരിയാണോ എന്ന് ചോദിച്ചാൽ ഇപ്പം പുള്ളിയുടെ അന്നേരത്തെ സാഹചര്യം അനുസരിച്ച് പെരുമാറിയതായിരിക്കും. എന്താണ് അമ്മയുടെ അഭിപ്രായം? എന്താ
ഞാനിപ്പോൾ എന്തോ പറയാനാ, പുള്ളിക്കാരൻ അവിടെ ചെന്നപ്പോൾ ആ ഒരു ഇതിലങ്ങ് ഇതായിപ്പോയതായിരിക്കും. നമ്മളായാലും ചിലപ്പം പ്രതികരിച്ചെന്നിരിക്കും. നമുക്ക് നമ്മുടേതായ ഒരു ഇതുണ്ട്. ഞാനായാലും ഇപ്പോൾ എൻ്റെ ഭർത്താവിന് സുഖമില്ലാത്ത ഒരു മനുഷ്യനാണ്. ആ പുള്ളിക്കാരന് കൃഷി ചെയ്തിരുന്നത് വിളവെടുക്കാൻ സമയമായപ്പം മൊത്തം പോയി. ഞാനും ചിലപ്പോൾ ഇവിടെ നിങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ ചിലപ്പം ഭയങ്കരമായിട്ട് ഞാനതുകൊണ്ടാണ് മിണ്ടാതെ ഞാൻ അങ്ങ് ഇരുന്നത്. അപ്പം നമ്മുടെ ജീവിതമാർഗം പോയി കഴിയുമ്പോൾ അത് എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് MLA അവിടെ ചെന്നപ്പം പുള്ളിക്കാരനൊരു ജനപ്രതിനിധി ആയതുകൊണ്ട് എന്താ ചെയ്യേണ്ടി, ആളിനെ ഇറക്കാനുള്ള ഇതുകൊണ്ടായിരിക്കാം എന്തുവാ അതെന്ന് നമ്മളിപ്പം അതിനെക്കുറിച്ച് അങ്ങനെ അങ്ങോട്ട് പറയാനൊരു ഇതല്ല. അത് പുള്ളിക്കാരൻ്റെ ആ മാനസിക ഇതുകൊണ്ട് പറഞ്ഞതായിരിക്കും. പാർട്ടി CPM കൊടുമൺ ഏരിയ കമ്മിറ്റി പൂർണ്ണമായിട്ടും MLAയോടൊപ്പമാണ്. കാരണം ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ MLA എന്ന് പറയുമ്പോൾ MLAക്ക് എല്ലാ വികാരവും വിചാരവും ഉള്ള സാധാരണപ്പെട്ട ഒരു മനുഷ്യനാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം 11 പേരെ അവർ പിടിച്ചുകൊണ്ട് പോവുക, അവരെ വിളിപ്പിക്കുക, സ്വാഭാവികമായിട്ടും ഈ പ്രദേശത്തെ ആളുകളുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ആളെന്ന നിലയിൽ വൈകാരികമായി സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരത്തിനകത്ത് യാതൊരു തെറ്റുമില്ല. ആരെങ്കിലുമൊക്കെ ജനപ്രതിനിധികൾ ഇത്തരത്തിൽ കേരളത്തിൽ വിവിധ മേഖലകളിൽ, ഇപ്പം വയനാടടക്കമുള്ള വിവിധ മേഖലകളിൽ ജനപ്രതിനിധികൾ ഇത്തരത്തിൽ ഇവരെ ചോദ്യം ചെയ്യണം. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, അവരിൽ എന്തോ അമിത അധികാരമുണ്ട് എന്നുള്ള ഒരു ധാരണ വെച്ചിട്ടാണ് അവർ പെരുമാറുന്നത്. തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്വമാണ് MLA നടത്തിയിട്ടുള്ളത്. 100% ആ കാര്യത്തിൽ MLAയുടെ കൂടെ നിൽക്കുകയാണ്. ഞാൻ ഈ സംഭവ സമയത്ത് തന്നെ MLAയോടൊപ്പം ഉണ്ടായിരുന്നു. MLAയോടൊപ്പം ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും സാധാരണ ഒരു ജനപ്രതിനിധി ചെയ്യുന്ന ഒരു രീതിയിലാണ് അദ്ദേഹം ഇടപെട്ടത്. അദ്ദേഹം ഈ പ്രതിയെ പിടിച്ചിറക്കിക്കൊണ്ട് വന്നില്ല. കാരണം നമ്മുടെ DYSP അടക്കം സർക്കിൾ ഇൻസ്പെക്ടർ അടക്കം കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഈ പ്രതി എന്ന് പറഞ്ഞ ആൾക്ക് ഫോറസ്റ്റുകാരൻ നോട്ടീസ് കൊടുത്തു. അടുത്ത 7 ദിവസത്തിനകത്ത് ഹാജരാകണം എന്ന് അറിയിപ്പ് കൊടുത്തിട്ടാണ് അവരെ വിട്ടത്. ഇന്നും ആ ആളിനെ ഞാൻ രാവിലെ ഫോണിൽ വിളിച്ചു. അയാൾ തയ്യാറാണ്, 7 ദിവസത്തിനകത്ത് വരാൻ തയ്യാറാണ്. അപ്പോൾ അതിനകത്ത് 7 ദിവസത്തിനകത്ത് വന്നാൽ മതി എന്ന് പറയാം. അപ്പം പിന്നീട് അത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കഥയാണ്. കാരണം ഫോറസ്റ്റുകാർ കെട്ടിച്ചമച്ചുണ്ടാക്കി പ്രതിയെ പിടിച്ചിറക്കിക്കൊണ്ട് പോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ജനീഷ് കുമാർ MLA പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ പോയതിനൊപ്പം ഞാനും ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നിരപരാധിയായ ഒരു മനുഷ്യനെയാണ് അവിടെ തടങ്കലിൽ വെച്ചിരിക്കുന്നത്. ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ അദ്ദേഹത്തെ മർദ്ദിച്ച് കുറ്റമേൽപ്പിക്കാൻ ഉള്ളതായ ഒരു ശ്രമമാണ് നടന്നത്. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തെ നിങ്ങൾ നോട്ടീസ് കൊടുത്തതിന് ശേഷം എപ്പം ഞങ്ങൾ ഹാജരാക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോരുവാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും MLAക്ക് ജനങ്ങളുടെ കൂടെ നിൽക്കാനേ പറ്റത്തുള്ളൂ. MLA ആ കടമയാണ് കൃത്യമായിട്ട് ചെയ്തത്. MLA എന്നുള്ള രീതി ഒരു ജനപ്രതിനിധിയാണ്. ജനങ്ങളുടെ നിരന്തരമായ പ്രശ്നമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ അദ്ദേഹം സീതത്തോട്ടിൽ താമസിക്കുന്ന ആളാണ്. ആനയുടെയൊക്കെ വലിയ രൂക്ഷമായ പ്രശ്നങ്ങൾ നേരിട്ട് ചെറുപ്പം മുതലേ അനുഭവമുള്ള ആളാണ്. അതിൻ്റെ കെടുതികൾ എത്രത്തോളം ഉണ്ട് എന്നത്. അപ്പം അത് ആ സമയത്ത് സ്വാഭാവികമായും നിരപരാധിയായ ഒരാളെ, ഒരു JCBയുടെ ഓപ്പറേറ്ററെ പിടിച്ചുകൊണ്ട് പോയി. അത്തരം ഒരാളെ അവിടെ അറസ്റ്റ് ചെയ്ത് വെച്ചപ്പോൾ അദ്ദേഹം സ്വാഭാവികമായി വൈകാരികമായി ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ പെരുമാറുന്നുണ്ട്. ഞാനും ഒരു ജനപ്രതിനിധിയാണ്. ചിലപ്പോൾ നമ്മൾ ചില മേഖലകളിൽ ചിലപ്പോൾ ചില വൈകാരികമായ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് വരും. അത് സ്വാഭാവികം മാത്രം, അത് മനുഷ്യ സഹജമാണ്. അതേതൊരു മനുഷ്യനും ഉണ്ടാവുന്നതാണ്. അല്ല, അതിനകത്ത് യാതൊരു പെശവുമില്ല എന്ന് തന്നെ. ജനീഷ് കുമാർ എന്ന് പറയുന്നത് ഒരു ജനകീയ MLA ആണ്. ആ MLA വന്നതിന് ശേഷമാണ് വികസനം എന്തെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്. തൊട്ടു മുമ്പ് സംസാരിച്ച ബ്ലോക്ക് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹവും ഒരു വനാതിർത്തിയിൽ താമസിക്കുന്ന ആളാണ്. അപ്പം ആ വനാതിർത്തിയിൽ താമസിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ പ്രദേശത്തെ വനത്തിൻ്റെ അടുത്ത് നടക്കുന്ന ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായത് മാത്രമാണ്. ആ സഖാവിനോടൊപ്പം ആ MLAയോടൊപ്പം തന്നെയാണ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും. ഇപ്പം തന്നെ ഇന്നലെ ഞങ്ങളെ ഇവിടെ ഒരു ജനകീയമായിട്ടുള്ള ആളുകളെ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി വിളിച്ചുകൊണ്ട് കുളത്തുമൺ SNDPയിൽ ഒരു യോഗം നടത്തുകയും തുടർ പ്രക്രിയ എന്നുള്ളോളം ഞങ്ങളതിനകത്ത് രാഷ്ട്രീയം ഞങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ടെങ്കിൽ പോലും രാഷ്ട്രീയമല്ല, രാഷ്ട്രീയത്തിന് അതീതമായി ഇവിടുത്തെ ജനകീയ മുന്നേറ്റം നടത്തിക്കൊണ്ട് നമ്മുടെ കേരളം തന്നെ ഒരു ജനകീയ മുന്നേറ്റത്തിലൂടെയാണ് ഈ നവകേരളത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ രീതിയിൽ ഒരു വലിയ ജനകീയ മുന്നേറ്റത്തിലൂടെ ഫോറസ്റ്റുകാരെയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെ, നമുക്കിപ്പം സംസ്ഥാന ഗവൺമെൻറ് പന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പഞ്ചായത്തിൽ തന്നെ ഏതാണ്ട് 16ഓളം പന്നിയെ വെടിവെച്ച് കൊന്നിട്ടുമുണ്ട്. അത് ഫോറസ്റ്റുകാരുടെ
നേതൃത്വത്തിൽ തന്നെയാണ്. എന്നാൽ ചിലപ്പോൾ അവരെ വിളിച്ചാൽ കിട്ടാത്ത ഒരവസ്ഥയുമുണ്ട്, ഫോൺ അറ്റൻഡ് ചെയ്യത്തില്ല. അപ്പോൾ ഇപ്പോൾ പന്നി വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഷൂട്ടർമാരെ നമുക്ക് വിളിച്ച് അവരെ നിർത്താനൊക്കത്തില്ല. അപ്പം ഇതിന് പെട്രോളിങ്, ഫോറസ്റ്റ് തന്നെ അതിനൊരു വലിയ പെട്രോളിങ് നടത്തി ഇതിനെയൊക്കെ തന്നെ ഇപ്പം ഇവിടെ മാത്രമല്ല, അങ്ങ് പിന്നെ നമ്മുടെ മാവേലിക്കര വരെ പന്നി ചെന്നേക്കുക. മാവേലിക്കര വരെ പന്നി കാർഷിക മേഖല മുഴുവൻ താറുമാറാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പം ജനീഷ് കുമാർ അവിടെ വന്ന് സംസാരിച്ചത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ഒരു വികാരമാണ്. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്തതിനെ നമ്മൾ അഭിനന്ദിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ MLA ചെയ്തത് 100% ശരിയാണ്. അതിന് ഞങ്ങൾ ഇന്ന് മരിക്കുന്ന വരെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ കാണും. ഇന്നലെ ഈ രാത്രിയിൽ എനിക്കൊരു 4-5 കോൾ പുറത്തുനിന്ന് തന്നെ വന്നു നിങ്ങളുടെ MLAക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്. അപ്പോൾ MLAയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ശക്തമായ രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ അവർ വിടത്തില്ല. ഈ പാവപ്പെട്ട അവൻ്റെ ഭാര്യ ഗർഭിണിയാണ്, JCB പണിക്കാരനാണ്. അവനെ എന്തെല്ലാം ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. അതേ രീതിയിൽ പീഡിപ്പിച്ചിട്ടിട്ട് അവൻ്റെ പേരിൽ കേസ് ഏൽപ്പിക്കാനാണ് ഇവർ പരിശ്രമിച്ചത്. MLA ഞങ്ങളുടെയൊക്കെ കൃഷിക്കാരുടെയൊക്കെ ഭാഗ്യമെന്ന് കരുതും. ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ അന്ന് രാത്രി തന്നെ ഇവിടെ ചിറ്റാറിലെ ഇടിച്ചു കൊന്നു എന്ന് പറയുന്ന പോലെ ഇവിടെ പലരെയും അവർ കൊല്ലുന്ന സാഹചര്യം ഞാനും കൂടെ പോയതാണ്. ആ സാഹചര്യം ഇവിടെ ഉണ്ടാകാതെ ഇവിടുത്തെ ഈ പ്രദേശവാസി കർഷകരെ MLA രക്ഷിച്ചു എന്നും മാത്രമേ ഉള്ളൂ. എനിക്ക് അതാണ് യഥാർത്ഥ സംഭവം. പക്ഷെ ഞാൻ ഒരു വാക്കുകൂടെ ചാനലുകാരായ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ ഓർക്കണം, ഓരോ ദിവസവും ഭക്ഷണം കഴിക്കുമ്പം ഇത് ഏതെങ്കിലും ഒരുത്തിൻ്റെ വിയർപ്പിലാണ് ഞാൻ ഈ കൈവെക്കുന്നതെന്ന്. മനസ്സിലായോ? അതേ രീതിയിൽ ഒരിക്കൽ എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ഒരിക്കലും ഞാനൊരു കർഷകനാണ്. വകയാർ വിപണിയിൽ തിരക്കിയാൽ അറിയാം, ഒരു 50,000 കിലോ കാർഷിക സാധനങ്ങൾ നിങ്ങൾക്ക് തിരക്കാം. ഓരോ വർഷവും കൊടുക്കുന്ന ഒരു കർഷകനാണ്. അപ്പോൾ ഞാൻ ഒരു കർഷകനാണെന്നുള്ള രീതിയിൽ ഒരു പ്രാവശ്യം MLA ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ രാവിലെ ഭക്ഷണം കഴിക്കാനേ ഞാൻ പാത്രത്തിൽ കൈവെക്കുമ്പം നിങ്ങളെപ്പോലുള്ള ഓരോ കർഷകനെ ഓർക്കും എന്ന് പറയാൻ കാര്യം ഞാൻ പറഞ്ഞു. ഒരിക്കൽ ഒന്ന് കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ ഇതൊക്കെ നിർത്തുക, എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞില്ല അച്ഛൻ ഒരിക്കലും നിർത്തരുതേ. അതാണ് ഞങ്ങളുടെ MLA, കർഷകരുടെ ഒരു MLAയാണ്. എൻ്റെ ഈ 62ാമത്തെ വയസ്സിൽ ഇത്രയും നാൾ ഒരു ജനപ്രതിനിധിയെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഇത് പറയുന്നത് എൻ്റെ അനുഭവത്തിൻ്റെ മനസ്സിൽ നിന്നാണ് പറയുന്നത്, ഇതിനകത്ത് ഒരു കളങ്കങ്ങളുമില്ല. അപ്പോൾ കർഷകരുടെ കൂടെ നിന്നപ്പം അദ്ദേഹത്തെ നിങ്ങളുൾപ്പെടെ ഓരോ ചാനലുകാരുൾപ്പെടെ അദ്ദേഹത്തെ ഇതേ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന കാണുന്ന ആ പ്രയാസം കൊണ്ട് പറഞ്ഞു, ഒന്നും ഓർക്കണം, നിങ്ങൾ പാത്രത്തിൽ കൈവെക്കുമ്പം ഈ കർഷകനെയാണ് ഓർക്കണം. ഈ കർഷകനെ രക്ഷിക്കുന്ന ഞങ്ങളുടെ MLA ഇതുകൊണ്ടൊക്കെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. വന്യമൃഗശല്യം രൂക്ഷമാകുന്നു, ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അങ്ങനെ വരുമ്പോൾ ഒരു ജനപ്രതിനിധി ഫോറസ്റ്റ് ഓഫീസിൽ ചെല്ലുകയും അവിടെ ചില പരുഷമായിട്ടുള്ള സംസാരങ്ങൾ നടക്കുകയും ചെയ്തു. അതിൽ പൂർണ്ണമായും KU ജനീഷ് കുമാർ MLA ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ ഒരു പ്രതികരണവും വന്നിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.